GS1 ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും GS2 ആയിട്ടുള്ള CSAT പേപ്പർ ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടില്ല. ഈവൻ ദോ ഇതിന് 67 മാർക്ക് മതി എങ്കിൽ കൂടി ഒരുപാട് ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഒരു GS പേപ്പറിൽ GS1 അല്ലെങ്കിൽ മെയിൻസിൽ പഠിച്ചിരിക്കുന്ന മുഴുവൻ കണ്ടന്റ് അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും ആൻസറിലേക്ക് പോകുന്നത്. അപ്പോൾ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, തന്നിരിക്കുന്ന നാലിൽ ആദ്യം പോയിട്ട് റൈറ്റ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും റൈറ്റ് വൺ ആയിട്ട് വേറൊരു ചോയ്സ് അവിടെ ഉണ്ടാവും. ഈ ആൻസേഴ്സിന്റെ ഒക്കെ പ്രത്യേകത, കൃത്യമായിട്ടുള്ള ചോയ്സിന്റെ പ്രത്യേകത വളരെ സൗണ്ട് ആയിരിക്കും, വളരെ വെൽ ബിൽറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. മനസ്സിലായോ? ആ ചോയ്സ് വായിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചറിങ്, ഫ്രെയിമിംഗ് ആയിക്കോട്ടെ, അതിന്റെ വേർഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മീനിങ് ആയിക്കോട്ടെ, വാട്ട് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ മുഴുവൻ പാസേജിന്റെ ടോട്ടാലിറ്റിയിൽ വേണം നമ്മൾ ആൻസർ പിക്ക് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ സ്ട്രോങ്ലി ബിലീവ് തീർച്ചയായിട്ടും കോംപ്രിഹെൻഷൻ വിൽ ബി എ കേക്ക് വർക്ക് ഫോർ യു. ഓക്കെ, ഹായ് ഓൾ, എൻ്റെ പേര് ജസ്റ്റിൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് CSAT പേപ്പറിനെ കുറിച്ച് കൃത്യമായിട്ട്, എസ്പെഷ്യലി അതിന്റെ കോംപ്രിഹെൻഷൻ പാർട്ട് എങ്ങനെ ടാക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു ധാരണ തരിക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പ്രിലിംസിൽ നമുക്ക് രണ്ട് പേപ്പേഴ്സ് ഉണ്ട്, ജനറൽ സ്റ്റഡീസ് 1, ജനറൽ സ്റ്റഡീസ് 2. ഈ ജനറൽ സ്റ്റഡീസ് 2 ആണ് CSAT പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ CSAT പലർക്കും ഈ പറയുന്ന പോലെ ഒരു ബാലികേറ മലയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിലും 2023 കട്ട് ഓഫ് നോക്കുമ്പോൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 കട്ട് ഓഫ് 75 പോയിന്റ് സംതിങ്, ദ ലോവസ്റ്റ് കട്ട് ഓഫ് സോഫാർ. GS1 ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും GS2 ആയിട്ടുള്ള CSAT പേപ്പർ ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടില്ല. ഈവൻ ദോ ഇതിന് 67 മാർക്ക് മതി എങ്കിൽ കൂടി ഒരുപാട് പേർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രാറ്റജിയിലുള്ള ഒരു പ്രശ്നമാണ്. നമുക്കറിയാം, CSATൽ മൂന്ന് പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സിന്റെ ഒരു ഏരിയ ഉണ്ട്, റീസണിങ്ങിന്റെ ഒരു ഏരിയ ഉണ്ട്, കോംപ്രിഹെൻഷന്റെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ യൂഷ്വലി ചെയ്യുന്ന ഒരു ബ്ലണ്ടർ, മെജോറിറ്റി ആസ്പിറൻസ് ചെയ്യുന്ന ഒരു ബ്ലണ്ടർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ എന്ന് വെച്ചാൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നോക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ലാംഗ്വേജ്, ലിറ്ററേച്ചർ, വൊക്കാബുലറിയിലെ ഗ്രിപ്പുള്ള ആൾക്കാർ കോംപ്രിഹെൻഷൻ മാത്രം നോക്കുന്നു. അങ്ങനെ മാത്രം നോക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്തും ആയിക്കോട്ടെ, ഈ കോണ്ടിലും റീസണിങ്ങിലും കോംപ്രിഹെൻഷനിലൊക്കെ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും UPSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് മാത്രം നോക്കാണ്ട് അതിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട ബാസ്ക്കറ്റും സാമാന്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് കവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, റീസണിങ് ടോപ്പിക്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കോംപ്രിഹെൻഷന്റെ കുറെ പാസേജസ്, കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസംഷൻ, ഇൻഫറൻസ്, ക്രാക്സ്, മെയിൻ ഐഡിയ. അപ്പൊ അങ്ങനത്തെ കുറെ പാസേജസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആക്യുറസിയോട് കൂടി നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, പാസേജസിലേക്ക് വരുമ്പോൾ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ മൂന്ന് ഏരിയാസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്രിഹെൻഷൻ, അല്ലെങ്കിൽ ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസിനെ എങ്ങനെ സോൾവ് ചെയ്യണം, അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന്റെ ബേസിക് എലമെന്റ്സ് ആണ്. ഞാൻ ആക്ച്വലി ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോംപ്രിഹെൻഷനിൽ കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾക്ക് നമ്മുടെ ഗാലന്റ് IASന്റെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഐ മീൻ ദ അപ്രോച്ചസ് ഓഫ് സോൾവിംഗ് കോംപ്രിഹെൻഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ഇൻ CSAT. ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഡോണ്ട് അപ്ലൈ ബിയോണ്ട് ദ പ്രെമിസ്. പാസേജിൽ തന്നിരിക്കുന്ന കണ്ടന്റ് എന്താണോ, ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും എക്സാമ്പിൾസും എവിഡൻസസും എന്താണോ, അതിന്റെ ബേസിസിലായിരിക്കണം നിങ്ങൾ ഒരു ആൻസർ ഡ്രോ ചെയ്യേണ്ടത്. ഓരോ പാസേജിന്റെ താഴെയും ക്വസ്റ്റിനും അതിന്റെ ചോയ്സസും തന്നിട്ടുണ്ടാവും, അതിൽ ബെസ്റ്റ് ചോയ്സ് ആണ് പിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ ചോയ്സ് പിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പാസേജിൽ എന്ത് ഇൻഫർമേഷൻ ആണോ തന്നിരിക്കുന്നത് അതിന്റെ ബേസിസിലായിരിക്കണം നിങ്ങൾ ആൻസർ പിക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് തെറ്റിപ്പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസേജ് മേ ബി ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇമ്പാക്ട് ഓൺ വിമനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട്സ് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. അതിന്റെ ബേസിസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഗ്ലോബലൈസേഷൻ ആൻഡ് ദർ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട്സ് അവർ GS പേപ്പറിൽ GS1 അല്ലെങ്കിൽ മെയിൻസിൽ പഠിച്ചിരിക്കുന്ന മുഴുവൻ കണ്ടന്റ് അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും ആൻസറിലേക്ക് പോകുന്നത്. അപ്പോൾ ഡോണ്ട് ഡു ദാറ്റ്. പുറത്തുനിന്നുള്ള ഒരു ഗാർബേജും ഇതിലേക്ക് എടുക്കേണ്ട, പുറത്തുനിന്നുള്ള ഒരു എലമെന്റ്സും നിങ്ങൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ട. ആ പാസേജിന്റെ ആദ്യത്തെ ലൈൻ തൊട്ട് അവസാനത്തെ ലൈൻ വരെ എന്താണോ സംസാരിക്കുന്നത് അതിന്റെ ബേസിസിൽ മാത്രം നിങ്ങൾ റൈറ്റ് ചോയ്സ് പിക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഡോണ്ട് അപ്ലൈ എക്സ് ഫാക്ടർ ഓഫ് യുവർ ഓവർ തിങ്കിങ്. എപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചോയ്സസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതാണോ ഇതാണോ എന്ന് ആലോചിച്ച് ഒരുപാട് എക്സ് ഫാക്ടേഴ്സ് നമ്മുടെ തോട്ടിലേക്ക് ആഡ് ചെയ്യും. ദ പ്രോബ്ലം ഈസ് ലൈക്ക് ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടി അറിയാവുന്ന ആൻസർ നമ്മൾ തെറ്റിച്ച്, അല്ലെങ്കിൽ
എന്താണോ ശരിക്കുള്ള ആൻസർ അതിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു എലമെന്റിൽ പോയിട്ട് നമ്മൾ വീഴും. അപ്പൊ ഈ ഓവർ തിങ്കിങ് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പാസേജിന്റെ ലിമിറ്റിൽ എന്താണോ ചിന്തിക്കേണ്ടത് അത്രമാത്രം ചിന്തിച്ച് എക്സാക്ട് ആൻസറിലേക്ക് പോകാൻ ശ്രമിക്കുക. ഡോണ്ട് ഫൈൻഡ് ദ റൈറ്റ് വൺ. മറ്റൊരു പ്രധാനപ്പെട്ട റൂൾ എന്താ വെച്ചാൽ, നിങ്ങൾ പാസേജിനെ സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വസ്റ്റിന്റെ താഴെ ചോയ്സസ് ഉള്ളപ്പോൾ ABCD 4 ചോയ്സസ് ഉണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് പിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളത് പിക്ക് ചെയ്യാനായിട്ട് പോകരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ചോയ്സസും എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് എന്തുകൊണ്ട് തെറ്റുന്നു അതിന്റെ റീസൺ കണ്ടെത്തുക. ചോയ്സ് 1 ഇന്ന കാരണങ്ങൾ കൊണ്ട് തെറ്റി, ഫോർ എക്സാമ്പിൾ അതിനെക്കുറിച്ച് പാസേജിൽ പ്രതിപാദിച്ചിട്ടില്ല. രണ്ടാമത്തെ ചോയ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പാസേജിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ നേരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള, അതിന്റെ വിപരീത ദിശയിലുള്ള ഒരു പോയിന്റ് ആണ് സെക്കൻഡ് ചോയ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തേലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അതൊരു എന്താ പറയുക മെയിൻ ഐഡിയ കൺവേ ചെയ്യുന്നതല്ല, അതിന്റെ എന്തോ ഒരു സപ്ലിമെന്ററി ഐഡിയ മാത്രം കൺവേ ചെയ്യുന്നു. അപ്പം ഓരോന്നും എന്തുകൊണ്ട് തെറ്റുന്നു എന്നുള്ളതിന്റെ റീസൺ കണ്ടെത്തുക. ഓരോന്നായിട്ട് നിങ്ങൾ അതിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. ഓരോന്നായിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് ഫൈനലി എക്സാക്ട് ആൻസറിലേക്ക് എത്തിച്ചേരും. ഓക്കെ, തന്നിരിക്കുന്ന 4ൽ ആദ്യം പോയിട്ട് റൈറ്റ് 1 എന്ന് പറഞ്ഞുകൊണ്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും റൈറ്റ് 1 ആയിട്ട് വേറൊരു ചോയ്സ് അവിടെ ഉണ്ടാവും. അപ്പൊ അതിൽ ഒരു പർട്ടിക്കുലർ റൂൾ എന്താന്ന് വെച്ചാൽ, യെസ്, പാസേജിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ചോയ്സസിൽ റോങ് വൺസിനെ എലിമിനേറ്റ് ചെയ്ത് റൈറ്റ് 1ലേക്ക് എത്താനുള്ള സ്ട്രാറ്റജി സ്വീകരിക്കുക. ഓക്കെ, ഓരോന്നും ഇന്ന കാരണങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ലോജിക് അപ്ലൈ ചെയ്യുക. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് തെറ്റുന്നു, അങ്ങനെ തെറ്റിയത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തും. അപ്പൊ ഈ 3 ബേസിക് റൂൾസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ചോയ്സസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവം, യെസ്, നമുക്കറിയാം നമ്മുടെ ഈ സിസാറ്റിന്റെ പാസേജസ് കോംപ്രിഹെൻഷനിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ കീവേഡ്സ് ഇങ്ങനെയൊക്കെയാണ്. വാട്ട് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്, ദ ലോജിക്കൽ മോസ്റ്റ് റാഷണൽ ലോജിക്കൽ പോയിന്റ് ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്. അങ്ങനെ ചിലപ്പോൾ ഇംപ്ലൈഡ് എന്നൊരു വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റാഷണൽ മെസ്സേജ് എന്താണെന്നുള്ള ഒരു വേർഡ് കണ്ടിട്ടുണ്ടാവും. ലോജിക്കൽ അസംഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ക്രക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇൻഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ വേർഡ് തമ്മിലുള്ള അല്ലെങ്കിൽ ഈ കീവേഡ്സിന്റെ ബേസിക് ഡിഫറൻസസ് എന്താണെന്നുള്ളത് ഞാൻ പ്രീവിയസ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ യൂഷ്വലി പാസേജസിൽ ഉപയോഗിക്കുന്ന വേർഡിങ് ഇതൊക്കെയാണ്. വട്ട് ഈസ് ഇംപ്ലൈഡ്, റാഷണൽ മെസ്സേജ്, ലോജിക്കൽ അസംഷൻ ഡ്രോൺ, ക്രക്സ് ഓഫ് ദ പാസേജ്, ഇൻഫറൻസ്, വാട്ട് ഈസ് ഇൻഫേർഡ് ഫ്രം ദ പാസേജ്, ഓർ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൻ പാസേജ്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ കീവേഡ്സ് എന്തും ആയിക്കോട്ടെ, അവിടെ എന്ത് കീവേഡ്സ് വന്നാലും നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, പാസേജിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, യുവർ ഫോക്കസ് ഹാസ് ടു ബി ഓൺ ദീസ് തിങ്സ്. സി, പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻസർ എന്ന് പറയുന്നത് ഈ വേർഡിങ് എന്തും ആയിക്കോട്ടെ, കീവേഡ്സ് എന്തും ആയിക്കോട്ടെ, അതിന്റെ ചോയ്സ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി ഹിഡൻ. എപ്പോഴും അത് ഒരു ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ ആയിക്കോണം നിർബന്ധമില്ല. ചിലപ്പം വളരെ സ്പഷ്ടമായിട്ട് ആ പാസേജിൽ തന്നെ ഒരു 1 ലൈനിൽ അത് കൃത്യമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ഇംപ്ലിസിറ്റ് ആയിരിക്കും. മോസ്റ്റ് കേസസിൽ ഇംപ്ലിസിറ്റ് ആയിരിക്കും. വായിച്ചിരിക്കുന്ന ആർഗ്യുമെന്റ്സിന്റെ, എക്സാമ്പിൾസിന്റെ, എവിഡൻസിന്റെ, സ്റ്റോറിന്റെ ഒക്കെ ബേസിസിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു ഹിഡൻ ആൻസർ ആയിരിക്കും ചിലപ്പോൾ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഹിഡൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കൃത്യമായിട്ട് പാസേജിൽ അതുപോലെ തന്നെ ആ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ടാവാം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ ആൻസർ എപ്പോഴും എടുക്കേണ്ടത് ഈ വേർഡിങ്ങിനൊക്കെ പ്രത്യേകത, വാട്ട് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ്, റാഷണൽ മെസ്സേജ്, ലോജിക്കൽ അസംഷൻ, ക്രക്സ്, ഇൻഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ വേർഡിങ്സ് ഒക്കെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ അവരൊക്കെ തേടി പോകുന്ന ഒരു ആൻസറിന്റെ പ്രത്യേകത, അത് ഒരു ടോട്ടാലിറ്റിയിലുള്ള മീനിങ് കൺവേ ചെയ്യുന്ന ചോയ്സ് ആയിരിക്കും. ഓക്കെ, തന്നിരിക്കുന്ന ചോയ്സസിൽ ചില ചോയ്സസ് ഒരു പർട്ടിക്കുലർ പാർഷ്യൽ പാർട്ട് ഓഫ് ദ പാസേജ് ആൻസർ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പ്രതിപാദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പാസേജിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു അംശം മാത്രം പ്രതിപാദിക്കുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ കീവേഡ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ടോട്ടാലിറ്റിയിൽ ഏത് ചോയ്സ് ആണോ, ആ പാസേജിന്റെ ടോട്ടാലിറ്റിയിൽ ഏത് ചോയ്സ് ആണോ ആൻസർ കൺവേ ചെയ്യുന്നത്, യെസ്, അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഗോ ഫോർ ദ ചോയ്സസ് വിച്ച് കൺവേ ദ മീനിങ് ഇൻ ടോട്ടാലിറ്റി ഓഫ് ദ പാസേജ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഈ ആൻസേഴ്സിന്റെ ഒക്കെ പ്രത്യേകത, കൃത്യമായിട്ടുള്ള ചോയ്സിന്റെ പ്രത്യേകത വളരെ സൗണ്ട് ആയിരിക്കും, വളരെ വെൽ ബിൽറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. മനസ്സിലായോ? ചില ചോയ്സസ് UPSC ഫ്രെയിം ചെയ്യുന്നത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് തെറ്റിക്കാൻ വേണ്ടി ഫ്രെയിം ചെയ്യുന്ന സെന്റൻസസ് ഉണ്ട്. അത് നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ ചോയ്സ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നും. ആ ചോയ്സ് വായിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചറിങ്, ഫ്രെയിമിംഗ് ആയിക്കോട്ടെ, അതിന്റെ വേർഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മീനിങ് ആയിക്കോട്ടെ, അത് തന്നെ ഒരു എന്താ പറയാ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും, അല്ലെങ്കിൽ കെട്ടി എന്താ പറയാ അഡീഷണൽ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സിന്റെ ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ,
അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് ഡൗട്ട്ഫുൾ ആയിരിക്കും. ആ സെന്റൻസ് ഇറ്റ്സെൽഫ് അതിന്റെ ഫ്രെയിമിംഗ് ഇറ്റ്സെൽഫ് അത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് തന്നെ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് ഒഴിവാക്കുക. വളരെ സൗണ്ട് ആയിട്ടൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നതായിരിക്കും മോസ്റ്റ്ലി ആൻസർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ചോയ്സസിൽ ഈ പറഞ്ഞ കീവേഡ്സിന്റെ ഒക്കെ ആൻസർ ആയിട്ട് വരുന്ന ചോയ്സിന്റെ പ്രത്യേകത, അത് എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കത്തില്ല. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഫ്രെയിമിംഗ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിങ് ആയിരിക്കത്തില്ല. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് മീനിങ് കൺവേ ചെയ്യുന്നതായിരിക്കും മോസ്റ്റ് കേസസിൽ യഥാർത്ഥമായിട്ടുള്ള ആൻസർ ചോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ഹാർഡ് കോർ റൂൾ അല്ല, ഇങ്ങനെ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ മോസ്റ്റ് കേസസിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സിസാറ്റിന്റെ ഈ ചോയ്സസിന്റെ ഫ്രെയിമിംഗിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. അതെപ്പോഴും ആൻസർ ഹിഡൻ ആവണം എന്ന് നിർബന്ധമില്ല. ചില സമയത്ത് പാസേജിൽ അതുപോലെ തന്നെ ആൻസർ പ്രതിപാദിച്ചിട്ടുണ്ടാവും. എപ്പോഴും ആൻസർ ഈ കീവേഡ്സ് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചോയ്സ് എന്ന് പറയുന്നത് പാസേജിന്റെ ടോട്ടാലിറ്റിയിൽ സംസാരിക്കുന്നതായിരിക്കും. പാർഷ്യലി ഒരു പർട്ടിക്കുലർ എലമെന്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആയിരിക്കത്തില്ല. വളരെ സൗണ്ട് ആയിരിക്കും. അത് ഡൗട്ട്ഫുള്ളോ അല്ലെങ്കിൽ വളരെ എന്താ പറയാ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ടൈപ്പ് ഓഫ് ലൈക്ക് ചോയ്സസ് ആയിരിക്കത്തില്ല. കോംപ്ലിക്കേറ്റഡ് ആയിരിക്കത്തില്ല. മോസ്റ്റ്ലി സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും. മോസ്റ്റ്ലി വളരെ ഈസി ആയിട്ട് ഒരു മീനിങ് കൺവേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പാസേജ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ്. അപ്പൊ നമ്മൾ കുറച്ച് പാസേജസ് ഇവിടെ നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പാസേജ്, ഐ തിങ്ക് ഇറ്റ് ഈസ് റീഡബിൾ. അപ്പൊ ഈ പാസേജിൽ ചോദിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വാട്ട് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ്? വാട്ട് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്? വിച്ച് വൺ ഓഫ് ദ ഫ്ലോയിങ് ഇസ് ദ ബെസ്റ്റ് ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്? ഇതാണ് ശരിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഇംപ്ലൈഡ് ആയിട്ടുള്ള സംഭവം നമ്മൾ കണ്ടെത്തണം. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പാസേജ് വായിക്കാം, എന്നിട്ട് ചോയ്സസ് നോക്കാം. അതല്ലെങ്കിൽ ക്വസ്റ്റ്യനും ചോയ്സസ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നേരെ പാസേജിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തായാലും ഒന്ന് പാസേജ് വായിച്ചു നോക്കാം. യെസ്, പാസേജ് ഐ തിങ്ക് ഇറ്റ് ഈസ് റീഡബിൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കൂ. Hindi film, according to Salman Rushdie, is a love hymn to India's multifaceted nature. No matter where one is from, stay away from the crazy excitement of nationalist politics. Hindi cinema is ingrained in Indian culture, making Indians uniquely Indian. Snatches of conversation styles, dancing steps, methods of expressing hate and love, and ways of existing in the world are all part of the vast encyclopedia and archive that is available as a supplement. In times of need, one can seek solace from parents, teachers, even gods, but the solution is obvious. Nothing that hasn't happened in a movie before occurs. About this is the passage. ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും മേ ബി ആ ഒരു പാസേജിന്റെ ആദ്യത്തെ ലൈനോ അവസാനത്തെ ലൈനോ അതിന്റെ ഫുൾ കണ്ടന്റ് കൺവേ ചെയ്യുന്നു, മീനിങ് കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് ബെസ്റ്റ് ഇംപ്ലൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ മുഴുവൻ പാസേജിന്റെ ടോട്ടാലിറ്റിയിൽ വേണം നമ്മൾ ആൻസർ പിക്ക് ചെയ്യാനായിട്ട്. ഇൻഫാക്ട് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ അവസാനത്തെ ലൈൻ തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അവസാനത്തെ ലൈൻ ആണ് ഈ പറയുന്ന ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇന്ത്യൻസ് പെർസെപ്ഷൻസ് ആൻഡ് സെൻസിബിലിറ്റി ആർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. ഓരോന്നും എന്തുകൊണ്ട് തെറ്റുന്നു എന്ന് വെച്ച് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒന്നാമത്തേൽ എനിക്കൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ രണ്ടാമത്തെ നോക്കൂ, ബോത്ത് പോസിറ്റീവ് ആൻഡ് ബാഡ് എഫക്ട്സ് ഓഫ് സിനിമ ഹാവ് ബീൻ ഫെൽറ്റ് ബൈ ഇന്ത്യൻ സൊസൈറ്റി. ഈ ചോയ്സ് ഞാൻ എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ബാഡ് എഫക്ട്സ് ഓഫ് സിനിമയെ കുറിച്ചൊന്നും ഈ പാസേജിൽ പ്രതിപാദിക്കുന്നില്ല. ബാഡ് എഫക്ട്സ് ഓഫ് സിനിമ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഫെൽറ്റ് ബൈ ഇന്ത്യൻ സൊസൈറ്റി ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പാസേജ് ഒന്നും കൺവേ ചെയ്യുന്നില്ല. ഞാൻ അത് എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, then see, Indian cinema has given the world a glimpse into Indian culture. Indian cinema has given the world, അതും പാസേജിന്റെ ഔട്ട് ഓഫ് പ്രിമൈസ്, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, വേൾഡിന് കൊടുത്ത സംഭാവന അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ has given the world a glimpse of Indian culture. ലോകത്തിന് ഇന്ത്യൻ കൾച്ചറിനെ തുറന്നു കാണിച്ചു അല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ചർ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഈ പാസേജിൽ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം കണ്ടെത്താൻ പറ്റുന്നില്ല. Then see, Indian film actors enjoy recognition both domestically and internationally. ഇതും ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആണ്, പാസേജിൽ സംസാരിക്കാത്ത ഒരു വിഷയമാണ്. അപ്പോൾ ഈ മൂന്ന് സംഭവത്തെ ഞാൻ എലിമിനേറ്റ് ചെയ്തു ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ആയിട്ട് ഇന്ത്യൻസ് പെർസെപ്ഷൻസ് ആൻഡ് സെൻസിബിലിറ്റി ആർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സിനിമ, അത് തന്നെയാണ് എക്സാക്ട്ലി ഈ അവസാനത്തെ ലൈനും കൺവേ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഹാസ് ടു ബി യുവർ അപ്രോച്ച് ഓഫ് ആൻസറിങ് ദീസ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇത് നിങ്ങൾക്ക് റീഡബിൾ ആണോ?
റീഡബിൾ ആണെങ്കിൽ നിങ്ങൾ വായിക്കുക, ഫ്യൂ സെക്കൻഡ്സ് ആ പാസേജ് ഒന്ന് വായിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, it is not anticipated that obesity and malnutrition, yeah, the question is like which of the following assumptions can be made. Assumption ആണ്, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്നുള്ള സംഭവമാണ് നമ്മളോട് ചോദിക്കുന്നത്. So you see, yes, you can read the passage, you can just read the passage. The fight against malnutrition in India has been protracted and difficult. India is one of the nations with the greatest percentage of stunted and wasted children, notwithstanding some recent advances. For more, undernutrition, micronutrient malnutrition, and the low but rising rates of overweight and obesity present a triple burden of malnutrition for us today. Malnutrition is a complex issue that is influenced by both the proximate and underlying variables, as is widely known. In addition to inadequate and inappropriate meals and ill health, there are a number of structural variables that contribute to malnutrition, including poverty and gender inequality. Yes, I hope you all read the passage. Now look into the choices. നിങ്ങൾ ചോയ്സസിലേക്ക് വരുമ്പോൾ, it is not anticipated that obesity and malnutrition will coexist in India. അപ്പൊ ആക്ച്വലി അങ്ങനത്തെ ഇറ്റ് ഈസ് നോട്ട് ആന്റിസിപ്പേറ്റഡ്, ഇറ്റ് ഈസ് നോട്ട് നിങ്ങൾ പാസേജ് വായിച്ചാൽ മനസ്സിലാവും അതൊരു കോൺട്രാഡിക്ടറി എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് യെസ് എലിമിനേറ്റ് ചെയ്യും. വി നോ റിലേറ്റീവ്ലി ലിറ്റിൽ അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് മാൽന്യൂട്രീഷൻ. ഓക്കെ, പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് യെസ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് സം റീസൺ അഡ്വാൻസസ്. അപ്പൊ അത് നമ്മൾ ആക്ച്വലി യെസ് ഫർദർ മോർ യെസ് ഈ പാസേജിന്റെ ബേസിസിൽ നമുക്കറിയാൻ പറ്റും. യെസ് ഈ പറഞ്ഞിരിക്കുന്നത് വി നോ റിലേറ്റീവ്ലി ലിറ്റിൽ അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് മാൽന്യൂട്രീഷൻ എന്നുള്ളത് അഗെയിൻ എന്റെ പാസേജ് വായിച്ച എന്റെ കോംപ്രിഹെൻഷന്റെ ബേസിസിൽ തെറ്റാണ്, ഞാൻ എലിമിനേറ്റ് ചെയ്തു. Seems unlikely that malnutrition in India will be solved very soon. Okay, seems unlikely that, അവിടെ ശ്രദ്ധിക്കുക, unlikely that malnutrition in India will be solved very soon. ഇത് പാസേജിന്റെ വെളിച്ചത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു അസംഷൻ ആണ്. Meals availability by itself won't address the issue of malnutrition. Meals availability മാത്രമല്ല, പിന്നെയും കുറെ ഇഷ്യൂസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ജെൻഡർ ഇൻഇക്വാലിറ്റി ആൻഡ് മെനി ഇഷ്യൂസ്. ഓക്കെ, അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൽസ് അവൈലബിലിറ്റി ബൈ ഇറ്റ് സെൽഫ് വോണ്ട് അഡ്രസ് ദ ഇഷ്യൂ ഓഫ് മാൽന്യൂട്രീഷൻ. അതും ഒരു യെസ് അസംഷൻ ആണ്. എനിക്ക് രണ്ടും എനിക്ക് ഈ പാസേജിൽ നിന്ന് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ സ്വീകരിച്ച ഒരു രീതി എന്താണെന്ന് വെച്ചാല്, പാസേജ് വായിച്ചു, അതിന്റെ വെളിച്ചത്തിൽ പാസേജിൽ ഒന്നെങ്കിൽ തരാത്തതോ അല്ലെങ്കിൽ പാസേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് വിപരീതമായിട്ടുള്ളതോ ആയിട്ടുള്ള ആശയങ്ങളെ ഞാൻ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. Then I come up with the right answer, right assumptions 3 and 4. Then you read the next passage. I hope you read the passage. ഈ പാസേജ് വായിച്ചാലും വളരെ സിമ്പിൾ ആയിട്ട് ആൻസറബിൾ ആണ്. ചോദിച്ചിരിക്കുന്ന അസംഷൻ ആണ്. On the basis of the above passage, following assumptions have been made. Caste is a major issue in South India and has affected politics as well. വളരെ ഈസി ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫ്രം ദ ഗിവൺ പ്രിമൈസ് ഓർ ഫ്രം ദ ഗിവൺ പാസേജ്. അപ്പൊ അതെനിക്ക് വളരെ റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സൗത്ത് ഇന്ത്യസ് പൊളിറ്റിക്സ് വർ സെന്റേർഡ് ഓൺ സ്പെസിഫിക് റീജിയണൽ പ്രോബ്ലംസ്. ഈ ഒരു പാസേജിന്റെ ബേസിസിൽ നമുക്ക് യെസ് ഇവിടുത്തെ ചില വേർഡിങ് ശ്രദ്ധിക്കൂ. ഇറ്റ് ഈസ് സെന്റേർഡ് ഓൺ സ്പെസിഫിക് റീജിയണൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സൗത്ത് ഇന്ത്യൻസ് പൊളിറ്റിക്സ് വർ സെന്റേർഡ് ഓൺ സ്പെസിഫിക് റീജിയണൽ പ്രോബ്ലംസ് എന്ന് കൃത്യമായിട്ട് ഈ പാസേജിൽ കൺവേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വാലിഡ് അസംഷൻ അല്ല, അത് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒന്നാമത്തത് മാത്രമായിരിക്കും എന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് പാസേജ് വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഇറ്റ്സ് വെരി ഈസി. Now go for another passage. Okay, just read the passage. All of you, just read the passage. Yes, when an American missionary asked Gandhiji what he hated the most about India, he answered, the hard-heartedness of the educated Indian. It hasn't improved after then. The burgeoning urban middle class, driven by consumerism, has given legitimacy to a development model that widens the gap between haves and have-nots. As a result, the underlying tensions and stress within the democratic system were intensifying, potentially leading to the emergence of an odd majoritarian authoritarian state. As the symbol of our liberation fight, Gandhiji's last and least Indian is treated with little to no concern. Gandhiji promoted compassion as a political need as well as personal virtue in opposition to this callousness. So this is the passage. Look into the question.
ഇവിടെയൊക്കെ നമ്മൾ സ്വീകരിച്ച ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ആദ്യം പാസേജ് വായിച്ചു പിന്നെ ചോയ്സസിലേക്ക് പോയി. എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം? ഒന്നെങ്കിൽ ആദ്യം ചോയ്സസ് വായിച്ച് പാസേജിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് പ്രസന്റ്സ് ദ ക്രക്സ് ഓഫ് ദ പാസേജ്. അപ്പൊ ക്രക്സ് എന്ന് പറയുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക, ആ പാസേജിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഡിസ്കഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഹിയർ യു സീ the majority of Indians do not have empathy for the plight of the populace. Majority of Indiansനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിനെ കുറിച്ചുള്ള കൺസേൺ ആണ്. അപ്പൊ ഈ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ആ കാലത്ത് ഒരു മെജോറിറ്റി പോപ്പുലേഷൻ അല്ല, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാനത് എലിമിനേറ്റ് ചെയ്തു. പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഹാവ് ദ പവർ ടു ഇൻഫ്ലുവൻസ് ഇന്ത്യൻ കമ്പാഷൻ. അതവിടെ നിൽക്കട്ടെ. ദ മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ഹാസ് എ കൺസ്യൂമറിസ്റ്റ് മൈൻഡ് സെറ്റ് വിച്ച് ലീഡ്സ് ടു എ ലാക്ക് ഓഫ് കമ്പാഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ പാസേജില് ക്രക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സപ്ലിമെന്ററി ഐഡിയ അല്ല നമ്മൾ പിക്ക് ചെയ്യുന്നത്. നമ്മൾ ക്രക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ കാതലായിട്ടുള്ള, അതിന്റെ കോർ ആയിട്ടുള്ള, മുഴുവനായിട്ട് അതിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ എന്ത് മീനിങ് ആണോ, എന്ത് സന്ദേശമാണോ, മെസ്സേജ് ആണോ കൺവേ ചെയ്യുന്നത്, അതായിരിക്കണം പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ എലിമിനേറ്റഡ് സപ്ലിമെന്ററി ഐഡിയാസ്. The conflict between haves and have-nots will turn society from democratic to authoritarian. അപ്പൊ അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ I applied the same thing. Maybe sometimes it is mentioned or it is not mentioned in the passage. Sometimes it is just expressing the supplementary idea only. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്തുകൊണ്ട് ബി എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഹാവ് ദ പവർ ടു ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻസ് കമ്പാഷൻ. പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഹാവ് ദ പവർ ടു ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻ കമ്പാഷൻ. ഇവിടെ നോക്കൂ, when American mission asked Gandhiji, yes, the hard-heartedness of the educated Indian, it hasn't improved after then. Yes, middle class driven by gap between haves and have not. As a result, the underlying tensions and stress within the democratic system intensifying. The symbol of our liberation fight, Gandhiji's last and least Indians, is treated with a little no concern. Gandhiji promoted compassion as the political need as well as personal virtue in opposition to, yes, political principles have the power to influence Indians. Yes, influence Indians compassion. അപ്പം ദിസ് ഈസ് സംതിങ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പാസേജ് എന്ന് പറയുന്നത് അത് ഒരു പർട്ടിക്കുലർ വ്യക്തി എന്താണോ അവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ ആശയത്തെ ചുറ്റിപ്പറ്റിയായിരിക്കണം നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത്. ഐ മീൻ നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് അപ്ലൈ ചെയ്യുകയോ നമ്മൾ പഠിച്ച GS പേപ്പേഴ്സിന്റെ ഐഡിയാസ് അപ്ലൈ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൻസർ ആവത്തില്ല. ആ ഒരു പാസേജിൽ എന്ത് ഇൻഫർമേഷൻ ആണോ തന്നിരിക്കുന്നത് അത് മനസ്സിലാക്കി അതിന്റെ ബേസിസിലായിരിക്കണം നമ്മൾ ആൻസർ പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഈ സീരീസ് വിൽ കണ്ടിന്യൂ. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ആൻഡ് ഡെഫിനറ്റ്ലി വി വിൽ ഡു മോർ വീഡിയോസ് ഓൺ ദീസ് സോൾവിംഗ് പാസേജസ്. ഇത് നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ സ്ട്രോങ്ലി ബിലീവ് തീർച്ചയായിട്ടും കോംപ്രിഹെൻഷൻ വിൽ ബി എ കേക്ക് വർക്ക് ഫോർ യു. ഓക്കെ, so please go for other videos which is given in this Gallant IAS YouTube channel. Wishing you all the best. Okay.